എല്ലാവർക്കും എന്താന്ന് വെച്ചാ കൊടുക്ക്. കള്ളോ കപ്പയോ കരിമീനോ കൊഞ്ചോ എല്ലാം പോരട്ടെ. എല്ലാം എന്റെ ചെലവ്. പാവങ്ങള് കാലത്തോട്ട് തുഴഞ്ഞ് വയറും കത്തി വന്നിരിക്ക. എല്ലാരും അടിച്ചു കയറി വാ. എല്ലാരും അടിച്ചു കയറി വാ. ഹായ്, എല്ലാവർക്കും ബിജാൻപൂർ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത് ബസ്സല്ല, പക്ഷേ ബസ്സിൻ്റെ ഡെസ്റ്റിനേഷൻ ബോർഡാണ്. അപ്പോൾ ഈ ഡെസ്റ്റിനേഷൻ ബോർഡ് എന്താണ് പരിചയപ്പെടുത്താനുള്ളതെന്ന് നിങ്ങൾക്ക് ചെറിയൊരു സംശയം ഉണ്ടാവും. അപ്പോൾ KSRTCയുടെ സൂപ്പർ ഫാസ്റ്റ് ബസ്സുകൾ തിരുവനന്തപുരം മുതൽ തൃശ്ശൂരും അതിനപ്പുറം സർവീസ് ഓപ്പറേറ്റ് ചെയ്യുന്ന സൂപ്പർ ഫാസ്റ്റ് ബസ്സുകൾ പുതിയൊരു കാറ്റഗറിയിലിട്ട് മാറ്റിയിട്ടുണ്ട്. ലിമിറ്റഡ് സ്റ്റോപ്പ് സൂപ്പർ ഫാസ്റ്റ് ബസ്സുകളായിട്ടാണ് ഈ സർവീസ് നടത്തുക. അപ്പോൾ എൻ്റെ കയ്യിലുള്ളത് നിലമ്പൂർ ഡിപ്പോയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ തന്നെ ഡിസൈൻ ചെയ്തിട്ടുള്ള ബോർഡാണ്. ഇത് സ്പോൺസർ ചെയ്തിരിക്കുന്നത് നിലമ്പൂരുള്ള 4 ഹോംസ് എന്ന ഷോപ്പാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ബോർഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ഇതുവരെ കാണാത്ത കുറച്ച് സംഭവങ്ങൾ ഈ ബോർഡിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് നിലമ്പൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പോകുന്ന സൂപ്പർ ഫാസ്റ്റിൻ്റെ ബോർഡാണ്. തിരുവനന്തപുരം മെയിൻ ഡെസ്റ്റിനേഷൻ കൊടുത്തിട്ടുണ്ട്, അതുപോലെ സബ് ഡെസ്റ്റിനേഷൻസ് സബ് റൂട്ടുകൾ താഴെ കൊടുത്തിട്ടുണ്ട്. വണ്ടൂർ, പെരിന്തൽമണ്ണ, ഷൊർണൂർ, തൃശ്ശൂർ, വയറ്റില, ആലപ്പുഴ, കൊല്ലം. ഇത് NH വഴി സർവീസ് നടത്തുന്ന ഒരു ബസ്സിൻ്റെ ബോർഡാണ്. ഇപ്പോൾ NH വഴി സർവീസ് നടത്തുന്ന ബസ്സുകൾക്ക് പുതുതായിട്ട് ലിമിറ്റഡ് സ്റ്റോപ്പ് കാറ്റഗറിയിൽ വരുമ്പോൾ മഞ്ഞ പ്രതലത്തിലാണ് അതിൻ്റെ ഒരു പേര് കൊടുത്തിട്ടുള്ളത്. LS1 SFP എന്ന് കൊടുത്തിട്ട് സൈഡിൽ കൊടുത്തിരിക്കുന്ന കാണാം. ഇത് NH വഴി സർവീസ് നടത്തുന്ന ബസ്സുകളുടെ ബോർഡാണ്. മെയിനായിട്ട് തൃശ്ശൂർ തിരുവനന്തപുരം റൂട്ടിൽ NH വഴിയും MC റോഡ് വഴിയാണ് KSRTC സൂപ്പർ ഫാസ്റ്റ് ബസ്സുകൾ സർവീസ് നടത്തുന്നത്. അങ്ങനെ NH വഴി ഓടുന്ന ബസ്സുകൾക്ക് മഞ്ഞ പ്രതലത്തിൽ ചുവപ്പ് അക്ഷരത്തിലും, MC റോഡ് കൊട്ടാരക്കര കോട്ടയം വഴി സർവീസ് നടത്തുന്ന വണ്ടികൾക്ക് പച്ച പ്രതലത്തിൽ ചുവന്ന അക്ഷരത്തിലുമാണ് ഇനി മുതൽ ബോർഡുകൾ ഉണ്ടാവുക. അപ്പം ഈ ഒരു LS1 എന്നുള്ള ബോർഡും അതുപോലെ നിങ്ങൾക്ക് ഇപ്പോൾ നോക്കി കഴിഞ്ഞാൽ LS2 ആണ്. LS2ഉം LS1ഉം രണ്ട് റൂട്ടിലും ഉണ്ട്. കൊട്ടാരക്കര റൂട്ടിലും അതുപോലെ തന്നെ ആലപ്പുഴ റൂട്ടിലും LS1ഉം LS2 എന്നുള്ള ബോർഡുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പം ഇത് സൂചിപ്പിക്കുന്നത് നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ ഈ ഒരു കാര്യങ്ങൾ ഇനി ശ്രദ്ധിച്ചിട്ട് വേണം യാത്ര ചെയ്യാനായിട്ട്. തിരുവനന്തപുരം റൂട്ടിൽ യാത്ര ചെയ്യുമ്പോൾ NH വഴി ഓടുന്ന LS1 ബസ്സുകൾ സൂചിപ്പിക്കുന്നത് കുറച്ച് ഡിപ്പോകൾ അത് സ്കിപ്പ് ചെയ്തിട്ടാണ് വണ്ടി സർവീസ് നടത്തുക. അതുപോലെ LS2 റൂട്ടിൽ ഓടുന്ന വണ്ടികളും ചില ഡിപ്പോകൾ സ്കിപ്പ് ചെയ്തിട്ടാണ് സർവീസ് നടത്തുക. അതുപോലെ തന്നെയാണ് കൊട്ടാരക്കര സൈഡിലേക്ക് ഓടുന്ന വണ്ടികളും ചില ഡിപ്പോകളിൽ മാത്രമേ കയറുകയുള്ളൂ. നിങ്ങൾ യാത്ര ചെയ്യുന്ന സമയത്ത് ബസ്സിൻ്റെ ഡോറിൻ്റെ സൈഡിലായിട്ട് വേറൊരു ബോർഡ് കൂടെ ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ ബോർഡുകൾ സൂചിപ്പിക്കുന്നത് ആ ബസ്സുകൾ കയറാത്ത ഡിപ്പോകളുടെ പേര് അവിടെ കൊടുത്തിട്ടുണ്ടാവും. ആ ഡിപ്പോകൾ നോക്കിയിട്ട് നിങ്ങൾ യാത്ര ചെയ്യുന്ന ഡെസ്റ്റിനേഷൻ ആ ബോർഡിലില്ലാന്ന് വരുത്തിയിട്ട് മാത്രം നിങ്ങൾ ആ ബസ്സിൽ യാത്ര ചെയ്യുക. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ LS1 ബസ്സുകളുടെ ഡോറിൻ്റെ സൈഡിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ബോർഡുകൾ. ബൈപ്പാസ് ചെയ്യുന്ന ഡിപ്പോകൾ എന്നിവിടെ മുകളിൽ കൊടുത്തിട്ടുണ്ട്. അതിന് താഴെയായിട്ട് ഇതിപ്പം കൊല്ലം വഴി സർവീസ് നടത്തുന്ന ബസ്സിൻ്റെ LS1ൻ്റെ ബോർഡാണ്. കണിയാപുരം, ചേർത്തല, എറണാകുളം, ആലപ്പുഴ, പുതുക്കാട് ഇത്രയും ഡിപ്പോകളിൽ ഈ ബസ് LS1 ബസ്സുകൾ കയറുന്നതല്ല. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ സൈഡിലിരിക്കുന്ന ബോർഡ് റൂട്ടിലുള്ള ഒരു ഡിപ്പോകളിലും ബസ്സുകൾ LS1 ബസ്സുകൾ കയറുന്നതല്ല. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് LS2ൻ്റെ ഒരു സൈഡ് ബോർഡ് കാണാൻ പറ്റും. ആ വണ്ടികൾ ചാത്തന്നൂർ, ഹരിപ്പാട്, വയറ്റില, ചാലക്കുടി ഇത്രയും ഡിപ്പോകളിൽ ഈ വണ്ടികൾ കയറുന്നതല്ല. അപ്പം LS1 കയറാത്ത ഡിപ്പോകളിൽ ഈ വണ്ടി കയറുകയും ഈ വണ്ടി കയറുന്ന ഡിപ്പോകളിൽ LS1 വണ്ടികൾ കയറാതിരിക്കുകയാണ് ചെയ്യുക. അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് വണ്ടി ബോർഡിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു നമ്പർ നിങ്ങൾക്ക് കാണാം. ഒരു നമ്പറല്ല, കുറച്ചധികം നമ്പർ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ KSRTC നമ്മുടെ പുതിയ ഗതാഗത മന്ത്രി ഗണേഷ് കുമാർ സാർ വന്നതിന് ശേഷം നമ്പർ സിസ്റ്റം കൊണ്ടുവരാനുള്ളൊരു ശ്രമത്തിലാണ്. അതിൻ്റെ ഭാഗമായിട്ട് ബസ്സുകളിലേക്ക് റൂട്ടിനനുസരിച്ച് നമ്പർ സിസ്റ്റം കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം അങ്ങനെ നമ്മുടെ നിലമ്പൂരിൽ നിന്ന് തിരുവനന്തപുരം പോകുന്ന വണ്ടിയുടെ തിരുവനന്തപുരം ഡെസ്റ്റിനേഷൻ്റെ റൂട്ട് നമ്പറാണ് വരുന്നത് 1. തിരുവനന്തപുരം പോകുന്ന എല്ലാ ബസ്സുകളുടെയും തിരുവനന്തപുരത്തേക്ക് സർവീസ് നടത്തുന്ന എല്ലാ ബസ്സുകളുടെയും റൂട്ട് ഡെസ്റ്റിനേഷൻ നമ്പർ 1 ആയിരിക്കും. അങ്ങനെ തിരുവനന്തപുരം 2, തിരുവനന്തപുരം 1, കൊല്ലം 2, അങ്ങനെ വയനാട് 12, കാസർഗോഡ് 14, അങ്ങനെ 14 ജില്ലകൾക്കും 14 വരെയുള്ള നമ്പറുകൾ കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷമുള്ള സബ് ഡിപ്പോകളും സബ് റൂട്ട് സബ് ഡെസ്റ്റിനേഷനൊക്കെ അതിന് ശേഷമുള്ള നമ്പറുകൾ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പം
ഇതിൻ്റെ സബ് റൂട്ടാണ് ഇവിടെ താഴെ കൊടുത്തിട്ടുള്ളത്. നമ്മുടെ ഈ വണ്ടി സർവീസ് നടത്തുന്നത് പെരിന്തൽമണ്ണ, ഷൊർണൂർ, തൃശ്ശൂർ, വൈറ്റില, ആലപ്പുഴ, കൊല്ലം ഇത്രയും റൂട്ടിലൂടെയാണ് വണ്ടി സർവീസ് നടത്തുന്നത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ അതിൻ്റെ നമ്പർ വരുന്നത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. 82 ഫസ്റ്റ് കാണാം. 82 എന്നുള്ളത് പെരിന്തൽമണ്ണയാണ്. PL 105C എന്നുള്ള കാണാം. ഇത് പാലക്കാട് ഡിസ്ട്രിക്റ്റിൻ്റെ അണ്ടറിൽ വരുന്നതുകൊണ്ടാവണം PL എന്നുള്ളത് വന്നിട്ടുള്ളത്. അപ്പോൾ PL എന്നുള്ളതിൻ്റെ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ഷൊർണൂരാണ്. ഇതാണ് റൂട്ട് വരുന്നത് ഷൊർണൂർ. 8 എന്നുള്ളത് ജില്ല ആ ഒരു നമ്പറിനാണ് വരുന്നത്, തൃശ്ശൂർ 8. വൈറ്റില 7 എന്നുള്ളത് എറണാകുളത്തിൻ്റെ റൂട്ട് നമ്പറാണ്. അതിൻ്റെ വൈറ്റില അതിൻ്റെ ഒരു സബ്ബായിട്ട് വരുന്നതുകൊണ്ടാണ് 7A എന്ന് കൊടുത്തിട്ടുള്ളത്. ഒരു ആലപ്പുഴ 4, കൊല്ലം 2. നമ്മുടെ വാഹനങ്ങളുടെ രജിസ്ട്രേഷനിൽ കൊടുത്തിരിക്കുന്ന അതേ ഒരു ഫോർമാറ്റാണ് 14 വരെ വന്നിട്ടുള്ളത്. 1 തിരുവനന്തപുരം, 2 കൊല്ലം, 3 പത്തനംതിട്ട, 4 ആലപ്പുഴ, 5 കോട്ടയം, 6 ഇടുക്കി, 7 എറണാകുളം, 8 തൃശ്ശൂർ, 9 പാലക്കാട്, 10 മലപ്പുറം, 11 കോഴിക്കോട്, 12 വയനാട്, 13 കണ്ണൂർ, 14 കാസർഗോഡ്. അങ്ങനെ 14 ജില്ലകൾക്കും ആ നമ്പർ കറക്റ്റായിട്ട് വന്നിട്ടുള്ളത്. പക്ഷേ അതിന് ശേഷമുള്ള സബ് റൂട്ടുകൾക്ക് നമ്പർ മാറിയിട്ടുണ്ട്. നമുക്ക് നിലമ്പൂരിൻ്റെ ഡെസ്റ്റിനേഷൻ ബോർഡ്, ഇത് റിട്ടേൺ ഡെസ്റ്റിനേഷൻ ബോർഡാണ്. ഇതിൽ നിലമ്പൂരിൻ്റെ നമ്പർ വന്നിട്ടുള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ട് 84. ഇനി മുതൽ 84 എന്നുള്ള നമ്പർ കണ്ടാൽ നിങ്ങളപ്പോൾ മനസ്സിലാക്കണം നിലമ്പൂരിലേക്കുള്ള വണ്ടിയാണ്. അതിൻ്റെ സബ് റൂട്ടും ഇവിടെ താഴെ കൊടുത്തിട്ടുണ്ട്. തിരിച്ചു വരുന്ന റൂട്ടിൻ്റെ ഡീറ്റെയിൽസ് താഴെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ അത് LS1 ആണോ LS2 എന്നുള്ളതും അതിൻ്റെ ഈ ഒരു സൈഡിലായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുപോലെ MC റോഡ് വഴി സർവീസ് നടത്തുന്ന വണ്ടികൾക്ക് നേരത്തെ വന്ന പോലെ പച്ച പ്രതലത്തിലായിരിക്കും ഈ ഒരു സൈഡിലെ വണ്ടിയുടെ പേര് കൊടുത്തിട്ടുണ്ടാവുക. LS1, LS2, SFP എന്നുള്ളത് പച്ച പ്രതലത്തിലായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. അതിൻ്റെ ഇവിടെ കൊട്ടാരക്കരയുടെ നമ്പർ വരുന്നത് M38 കോട്ടയം 5. അങ്ങനെ ഡെസ്റ്റിനേഷന് റൂട്ട് നമ്പറും ആ വണ്ടിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവും. അപ്പം ഇനി മുതൽ സൂപ്പർ ഫാസ്റ്റുകളിൽ അല്ലെങ്കിൽ ബസ്സുകളിൽ യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾ ഇനിയിപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ ബസ്സുകളിലും ഈ ഒരു റൂട്ട് നമ്പർ വരും. സൂപ്പർ ഫാസ്റ്റുകൾക്കാണ് ഈ ഒരു LS കോഡ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇനി നിങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് തൃശ്ശൂർ അതിനപ്പുറത്തേക്ക് സൂപ്പർ ഫാസ്റ്റ് ബസ്സുകളൊക്കെ യാത്ര ചെയ്യുന്നെങ്കിൽ നിങ്ങൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ദയവായിട്ട് ശ്രദ്ധിക്കുക, യാത്ര ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു അവയർനെസ്സിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. നിങ്ങൾ മാക്സിമം ആളുകളിലേക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. എല്ലാവർക്കും ഈ ഒരു വന്ന മാറ്റങ്ങൾ, ഡെസ്റ്റിനേഷൻ ബോർഡിൽ വന്ന മാറ്റങ്ങളൊക്കെ നിങ്ങളെല്ലാവരും ഒന്ന് അറിയിക്കുക. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ ഇതുപോലെ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം. അതുവരേക്കും ബൈ ഫ്രം ബിജി നിലമ്പൂർ. അപ്പോൾ നമ്മുടെ നിലമ്പൂർ ടിപ്പോയ്ക്കുള്ള ബോർഡ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് നിലമ്പൂരിലുള്ള 4 പമ്പ്സാണ്. 4 പമ്പ്സിന് വേണ്ടിയിട്ട് മാനേജർ ഫൈസൽ നമ്മുടെ ജനറൽ CA ആയിരിക്കുന്ന റിനിൽ സാറിന് ബോർഡ് കൈമാറുകയാണ്. ഗ്യാരണ്ടി കണ്ടു